ഇപ്പോൾ സണ്ണി ജോസഫ് ടെലിഫോൺ ലൈനിലാണുള്ളത്. ഈ UDF-ന്റെ തയ്യാറെടുപ്പുകൾ ഏതുവഴിയായി? ഇന്ന് വാർത്താ സമ്മേളനം വരുന്നതോടെ തെരഞ്ഞെടുപ്പിന് തീയതിയാകും. അപ്പോൾ തയ്യാറെടുപ്പുകളെ കുറിച്ച് അങ്ങേക്ക് എന്ത് ആണ് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. UDF നല്ല മുന്നൊരുക്കം നേരത്തെ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് മിഷൻ 2025 കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചു. വാർഡ് തലങ്ങളിൽ കമ്മിറ്റികൾ രൂപീകരിച്ചു, കുടുംബ സംഗമങ്ങൾ നടത്തി, നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ഏതാണ്ട് കമ്മിറ്റികളെല്ലാം അംഗീകരിച്ചു. സീറ്റ് വിഭജനം നല്ല നിലയിൽ നടത്തി. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. സ്ഥാനാർത്ഥികളെ തിരുവനന്തപുരത്തും കൊല്ലത്തും കോർപ്പറേഷനുകളിൽ ആദ്യം പ്രഖ്യാപിച്ചു. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യോജിച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ സാധിക്കുന്നു. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികൾ വ്യാപകമായിട്ട് നടന്നു. നല്ല വിജയപ്രതീക്ഷയിൽ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസും ഐക്യജനാധിപത്യവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2010 VS ഗവൺമെന്റിന്റെ കാലത്ത് UDF-ന് നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ചിത്രം ഇത്തവണയുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ തെറ്റായ പോലീസ് നയത്തിന്റെ കെടുതികൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയുടെ തകർച്ച സംബന്ധിച്ച വാർത്തകൾ ഓരോ ദിവസവും കേരളത്തിലെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ വിരുദ്ധ വിധിയെഴുത്തിയ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. എന്തായാലും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ മോഡൽ സാധ്യതകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പരീക്ഷിക്കാനും UDF തയ്യാറെടുക്കുമോ? നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നല്ല സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. നല്ല പരിശോധന നടത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം. നല്ല ഐക്യബോധത്തോടെ പ്രവർത്തകരും നേതാക്കന്മാരും ഇടപെടുന്നുണ്ട്. അതിനെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരും. ഇന്ന് KPCC അധ്യക്ഷനായതിനു ശേഷം ആദ്യമുള്ള ഭാരിച്ച ചുമതലയാണിത്. ഭയപ്പെടുത്തുന്നുണ്ടോ സാഹചര്യം? ഇല്ല, പ്രതീക്ഷ നൽകുന്നുണ്ട്. എല്ലാവരും, ഞാൻ ഒറ്റയ്ക്കല്ല, നല്ലൊരു ടീം വർക്കിലാണ് കോൺഗ്രസും UDF-ഉം പോകുന്നത്. ഒരു ഭയാശങ്കയുമില്ല. നല്ല വിജയ പ്രതീക്ഷയും തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീ സണ്ണി ജോസഫ്. KPCC അധ്യക്ഷൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.